വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ അഖ്ലാഖുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണാം, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കേണ്ട പ്രവർത്തനമാണ്. 1. ലജ്ജയില്ലാത്തവന് ഡാഷ്. ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല. അതിനൊരു അറബി ഉണ്ട്, ലാ ഈമാന ലിമൻ ലാ ഹയാ അലഹു എന്നാണ്. അതും കാണാതെ പഠിക്കണം. 2. വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ഡാഷ്. ലജ്ജ എന്ന് പറയാം. വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. 3. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം ഡാഷ്. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. 4. നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. അതിനുള്ള കാരണം പഠിച്ചു വെക്കണം കേട്ടോ. അവർ ശാപം അധികരിപ്പിക്കുന്നവരായിരുന്നു. 5. മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് ഡാഷ്. മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവാണ്. 6. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ ഡാഷ്. ഇത് പൊതുപരീക്ഷയിലൊക്കെ വന്നതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഇതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ഇടതുഭാഗത്ത് നിന്നും എടുത്ത് എഴുതാനുള്ള പ്രവർത്തനമാണ്. 1. അൽ ഹയാഉ ലാ യഅതി ഡാഷ്. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈരിൻ. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. 2. ഖാലിഖിൻ നാസ ഡാഷ്. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. അതിൻ്റെ അർത്ഥം പഠിക്കുക. 3. കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ഡാഷ്. ക്ഷമ വേണം. 4. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ഡാഷ്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അതിൻ്റെ അർത്ഥം പഠിക്കണം. ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകും. 5. അതികഠിനമായ പ്രയാസങ്ങൾക്ക് അടിമയായി. ആരാണത്? അയ്യൂബ് നബി അലൈഹിസ്സലാം. ആകാശത്തിൽ നിന്നും സ്വർണ്ണവെട്ടികളെ ഇറക്കി കൊടുത്തത് ഏത് നബിക്കാണ്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനാണ്. ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് എന്തുകൊണ്ടല്ല അള്ളാഹു പരീക്ഷിച്ചു? വീട് കത്തിച്ചാമ്പലായി, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. ഇതുകൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷിച്ചു. അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം. ഓരോ ചോദ്യത്തിനും ഈ 2 ഉദാഹരണം എഴുതാം. ഇവിടെ എല്ലാതും എഴുതിയിട്ടുണ്ട്. മനുഷ്യരായ നമ്മെ അള്ളാഹു പരീക്ഷിക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷിക്കും? ഭയം, വിശപ്പ്, രോഗം, സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, ഇങ്ങനെയൊക്കെ അള്ളാഹു നമ്മെ പരീക്ഷിക്കും. 2. നാവിൻ്റെ ദോഷങ്ങൾ. നാവ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ: ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ. ഇതൊക്കെ നാവിൻ്റെ ദോഷങ്ങളാണ്. അടുത്ത ചോദ്യം, ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. ഖൽബിൻ്റെ രോഗങ്ങളല്ല, ആ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ. 1. ഇൽമ് പഠിക്കുക. 2. നല്ലവരുമായി കൂട്ടുകൂടുക. 3. ആരാധനാകർമ്മങ്ങൾ
ആത്മാർത്ഥതയോടെ ചെയ്യുക. 4 ദിക്റുകൾ വർദ്ധിപ്പിക്കുക. 4-ാമത്തെ ചോദ്യം, മനസ്സിൻ്റെ രോഗങ്ങൾ. മനസ്സിൻ്റെ രോഗങ്ങൾ ഏതൊക്കെയാണ്? അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം. ഇതൊക്കെ മനസ്സിൻ്റെ രോഗങ്ങളാണ്. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം പറയാം, ഉത്തരം എഴുതാം. 1. സന്ദർഭവും ചുറ്റുപാടും നോക്കാതെയുള്ള പെരുമാറ്റം അവനിൽ നിന്ന് ഉണ്ടാവുകയില്ല. ആരിൽ നിന്നാണ്? ലജ്ജയുള്ള ഒരു മുഅ്മിനിൽ നിന്ന്. ചിലപ്പോൾ അത് അവർ പൂരിപ്പിക്കാനും വരും കേട്ടോ, പാഠഭാഗത്തിലുണ്ടാവും. 2. കുറ്റം തുടക്കക്കാരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആരെ സംബന്ധിച്ച്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അധിക പരീക്ഷകളിൽ വരാറുണ്ട്. 2 ആൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണ്. ചോദ്യം 3. വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ എന്ത് ചൊല്ലണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അടുത്ത ചോദ്യം, തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? എന്തിനാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറയുക? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. 5-ാമത്തെ ചോദ്യം, ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥം ചോദിക്കും കേട്ടോ. നീ അള്ളാഹുവിനെ കാണും പോലെ അവന് ഇബാദത്ത് ചെയ്യുക, അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഇനി അവസാനത്തെ പ്രവർത്തനം, ക്രമത്തിലാക്കാം. ഇത് ഡിസോർഡറാണ്, അത് ഓർഡറിലാക്കി കൊടുക്കുക. മാ ബൈന ലഹിയൈഹി അൽമൻ ലഹുൽ ജന്ന മൻ യൽമല്ലി വമാ ബൈന രിജ്ലൈഹി. ശരിയാക്കുക. മൻ യൽമല്ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന രിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ഇതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.